നമസ്കാരം. കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മൃതദേഹം ശനിയാഴ്ച സംസ്കരിക്കും. കഴിഞ്ഞ ദിവസം രാത്രിയോടെയായിരുന്നു അന്ത്യം സംഭവിച്ചത്. ഡൽഹിയിലെ വസതിയിൽ കുഴഞ്ഞു വീഴുകയായിരുന്ന അദ്ദേഹത്തെ എയിംസിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം AICC ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വെക്കും. രാജ്യത്ത് സർക്കാർ 7 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഏക സിഖ് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ 13ാമത്തെയും 14ാമത്തെയും പ്രധാനമന്ത്രിയായിരുന്നു. മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ രംഗപ്രവേശനം നടത്തുന്നത്. നരസിംഹറാവുവിന്റെ കേന്ദ്ര മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രി പദവിയിലിരിക്കുമ്പോൾ ഇന്ത്യൻ സാമ്പത്തിക മേഖലയിൽ നിരവധി പരിഷ്കാരങ്ങൾ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട്. ആഗോളവൽക്കരണത്തിനും ഉദാരവൽക്കരണത്തിനും വാതിൽ തുറന്നത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു. ശക്തമായ എതിർപ്പുകൾക്കിടയിലും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ഉദാരവൽക്കരിക്കുന്ന നിരവധി ഘടനാപരമായ പരിഷ്കാരങ്ങൾക്ക് തുടക്കമിട്ടു. രാജ്യത്ത് കോപ്പറേറ്റീവ് അനുകൂല തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തുടരാൻ പിന്നീടുള്ള ഗവൺമെന്റുകളെ പ്രേരിപ്പിച്ചത് ഈ പരിഷ്കാരങ്ങളാണ്. വ്യവസായ തകർച്ചയും തൊഴിലില്ലായ്മയും രൂക്ഷമായതും ഈ നയങ്ങളുടെ പരിണത ഫലമാണ്. വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ഡോക്ടർ സിംഗ് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു. 2004-ൽ UPA അധികാരത്തിലെത്തിയപ്പോൾ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അപ്രതീക്ഷിതമായി നിർദ്ദേശിക്കുകയായിരുന്നു. ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യം, ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, വിവരാവകാശ നിയമം, വനാവകാശ നിയമം തുടങ്ങിയ സുപ്രധാന നിയമങ്ങൾ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെയുള്ള ഒന്നാം UPA സർക്കാരിന്റെ കാലത്താണ് സാധ്യമായത്. 2G സ്പെക്ട്രം അഴിമതി, കൽക്കരിപ്പാടം കുംഭകോണം തുടങ്ങി നിരവധി അഴിമതി ആരോപണങ്ങൾ മൻമോഹൻ സിംഗിന്റെ രണ്ടാം മന്ത്രിസഭ നേരിട്ടു. 1991 മുതൽ 2024 വരെ 6 തവണ കോൺഗ്രസ് ടിക്കറ്റ് രാജ്യസഭാ അംഗമായിരുന്ന മൻമോഹൻ സിംഗ് ഇക്കഴിഞ്ഞ ഏപ്രിൽ രാജ്യസഭാ അംഗത്വം ഒഴിഞ്ഞു. ആഡം സ്മിത്ത് പുരസ്കാരം, ലോകമാന്യ തിലക് പുരസ്കാരം, ജവഹർലാൽ നെഹ്റു ജന്മശതാബ്ദി പുരസ്കാരം, മികച്ച പാർലമെന്റിനുള്ള പുരസ്കാരം തുടങ്ങിയ അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. രാഷ്ട്രീയ ജീവിതത്തിൽ ഭരണഘടനയോടുള്ള കൂറ് അദ്ദേഹം എക്കാലവും കാത്തു സൂക്ഷിച്ചിരുന്നു എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ പരക്കെ ആദരിക്കപ്പെട്ട ഡോക്ടർ മൻമോഹൻ സിംഗ് കേന്ദ്ര ധനമന്ത്രി ആകുന്നതിന് മുമ്പ് റിസർവ് ബാങ്ക് ഗവർണറുടെ ഉത്തരവാദിത്വവും നിർവഹിക്കുകയുണ്ടായി. നരസിംഹറാവു ഗവൺമെന്റിൽ ധനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ നവ ഉദാരവൽക്കരണ നയങ്ങൾ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ അടിമുടി ഉടച്ചു വാർത്തു. ആ പരിഷ്കാരങ്ങളുടെ ദോഷഫലങ്ങൾ മുൻകൂട്ടി കണ്ട ഇടതുപക്ഷം ഉയർത്തിയ എതിർപ്പുകളോട് ജനാധിപത്യ മര്യാദ കൈവിടാതെ പ്രതികരിക്കാനുള്ള രാഷ്ട്രീയ ഔന്നത്യം മൻമോഹൻ സിംഗിനുണ്ടായിരുന്നു. അല്പകാലം വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്ത അദ്ദേഹം രാജ്യത്തിന്റെ അന്തർദേശീയ ബന്ധങ്ങൾ ദൃഢമാക്കാൻ പ്രയത്നിച്ചു. മൻമോഹൻ സിംഗിന്റെ അഭാവം ജനാധിപത്യ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്.